130 rupees. ആ 130-ന്റെ ഷർട്ടായത് 175. കേട്ടോ. 175 രൂപയുടെ ഷർട്ടുകളാണ്. എന്തോ കളർഫുള്ളാ നോക്ക്. 170. നല്ല വിലക്കുറവാണെന്ന് കേട്ട് എടുത്തുകൊണ്ട് പോയി വിറ്റിട്ട് ഉള്ള കച്ചവടം കളയാതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് എടുത്തുകൊണ്ട് പോയി വിൽക്കുന്നതാണ് നല്ലത്. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ഉല്ലാസ് നഗറിലാണ്. ഞാൻ എൻ്റെ പഴയ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉല്ലാസ് നഗറിൽ വരുമെന്ന്, ഒരു വീഡിയോ ചെയ്യുമെന്ന്. ഇപ്പം ഞാൻ വന്നത് ഓണത്തിന് എനിക്ക് നാട്ടിലത്തേക്ക് തുണിയെടുക്കാൻ വേണ്ടിയാണ്, കടയിലത്തേക്ക്. അപ്പോൾ അങ്ങനെ ഉല്ലാസ് നഗറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കിട്ടാത്ത ഒരു സാധനവും ഇല്ല. അച്ഛനെ അമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും ഇവിടെ നമുക്ക് കിട്ടും. ഇതിപ്പോ ഞാൻ ഉല്ലാസ് നഗറിലെ ഗജവാൻ മാർക്കറ്റിലാണ് ഉള്ളത്, 2ാമത്തെ നമ്പറിൽ. ഈ ഉല്ലാസ് നഗറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്പർ വൈസിലാണ് സ്ഥലങ്ങൾ അറിയപ്പെടുന്നത്. ഏകദേശം ഒരു 10-20 കിലോമീറ്ററോളം ഈ ഉല്ലാസ് നഗർ ഉണ്ട്. മുംബൈയിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മാർക്കറ്റാണ് ഉല്ലാസ് നഗർ എന്ന് പറയുന്നത്. ഈ ഉല്ലാസ് നഗറിൽ തന്നെ നമ്പർ വൈസിലാണ് എല്ലാ ഏരിയകളും അറിയപ്പെടുന്നത്. 1, 2, 3, 4, 5 അങ്ങനെയാണ് നമ്പർ അറിയപ്പെടുന്നത്. മുംബൈയിൽ വന്നതിന് ശേഷം ഒരു 4-5 വർഷമായിട്ട് ഞാൻ ഇവിടുന്നാണ് സ്ഥിരം എൻ്റെ കടയിലത്തേക്ക്. എനിക്ക് നാട്ടിലൊരു ഷോപ്പുണ്ട്, തുണിക്കടയുണ്ട്. അപ്പൊ അവിടത്തേക്ക് സാധനങ്ങൾ കയറ്റി ഇടുന്നത് ഇവിടുന്ന് ഞാൻ വന്ന് പർച്ചേസ് ചെയ്ത്. ആദ്യമൊക്കെ ഞാൻ ദാദറിലും CST-യിലുള്ള മാർക്കറ്റിൽ പോയിട്ടാണ് സാധനം എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെയാണ് അറിയുന്നത് ഉല്ലാസ് നഗറിൽ കുറച്ചുകൂടെ വില കുറച്ച് കിട്ടും. അങ്ങനെ ഗജനാനന്ദ് മാർക്കറ്റിലെ ശ്രീരാം കപ്പട ബസാർ എന്നൊരു ബോർഡ് കാണാം. റോഡ് സൈഡിൽ തന്നെയാണ്. ഇനി വേറൊരു കാര്യം പറയാം, ഈ മെയിൻ റോഡ് സൈഡിലുള്ള കടകളിൽ നിന്ന് മേടിക്കരുത്. അത് ഹോൾസെയിലും റീറ്റെയിലും കൊടുക്കുന്നതാണ്. വില ഒരുവിധം കൂടുതലായിരിക്കും. അതായത് മെയിൻ റോഡ് സൈഡിൽ നിന്ന് ഈ ശ്രീരാം എന്ന് പറഞ്ഞ ആർച്ച് കാണുന്ന റോഡ് അകത്തോട്ട് കയറിയാൽ പിന്നെ അങ്ങോട്ട് ഫുൾ ഹോൾസെയിൽ വലിയ മാർക്കറ്റാണ്. ഇതിപ്പം തുണീര കപ്പട ബസാറാണ്, തുണീര മാർക്കറ്റാണ്. ഇനി ഇവിടെ തന്നെ പലതിനും പല മാർക്കറ്റാണ്. ഇപ്പോൾ ഇലക്ട്രിക് സാധനങ്ങൾ സെപ്പറേറ്റ് ഒരു ഏരിയയാണ്, ഫർണിച്ചർ സെപ്പറേറ്റ് ഒരു ഏരിയയാണ്, പിന്നെ തുണികൾ ജെൻസിൻ്റെ സെപ്പറേറ്റ് ഒരു ഏരിയയാണ്, ലേഡീസിൻ്റെ സെപ്പറേറ്റ് ഏരിയയാണ്. അങ്ങനെ പലതും പല മാർക്കറ്റായിട്ട് പല നമ്പറിലായിട്ടാണ് അറിയപ്പെടുന്നത്. വേറൊരു സത്യം എന്ന് പറയുന്നത്, ഈ ദാദറിലും അങ്ങോട്ടുള്ള വലിയ വലിയ മാർക്കറ്റുകളിലോട്ടും സാധനം പോകുന്നത് ഈ ഉല്ലാസ് നഗറിലാണ്. ഉല്ലാസ് നഗറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ അങ്ങോട്ടൊക്കെ പോകുന്നത്. അതായത് ഇപ്പം ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന സാധനങ്ങളല്ലാതെ അങ്ങനെയുള്ള മാർക്കറ്റുകളിലൊക്കെ പോകുന്നത് ഈ ഉല്ലാസ് നഗറിലെ സാധനങ്ങളാണ് മാക്സിമം അവിടെയൊക്കെ എത്തുന്നത്. അവിടെ നിന്നാണ് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് എടുക്കുന്നത്. ഇനി നമ്മളെ നാട്ടിലുള്ളവർ, എൻ്റെ ഈ വീഡിയോ കാണുന്നവർ, മാക്സിമം നിങ്ങൾ ഉല്ലാസ് നഗറിൽ വന്ന് സാധനം എടുക്കാൻ നോക്കുക. ഇവിടെ നിന്നാണ് ഏറ്റവും വില കുറച്ച് കിട്ടുന്നത്. ഏറ്റവും വില കുറച്ചും നല്ല ക്വാളിറ്റിയിലും എന്നാൽ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള സാധനങ്ങളും ഇവിടുന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ നമ്മളെ ചുറ്റും ഫുൾ ഹോൾസെയിൽ മാർക്കറ്റാണ്. ഞാൻ ഇപ്പൊ തൽക്കാലം ഇവിടെ കയറി ഇവിടുത്തെ വിലകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തരാം. അപ്പൊ പോവാം. ആൾറെഡി ഓണക്കച്ചവടത്തിനുള്ള എൻ്റെ സാധനം എടുപ്പൊക്കെ ഏകദേശം ഒതുങ്ങി. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിന്നെ ജസ്റ്റ് വിലയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് ഇവിടെ കയറിയതാണ്. എപ്പോഴും ഇപ്പം ഞാൻ ഈ മുംബൈയിൽ സാധനം എടുക്കുമ്പോൾ എല്ലാം 3-4 പ്രാവശ്യമായിട്ട് എടുക്കുന്നത് ഈ കടയിൽ നിന്നാണ്. അപ്പം പുറത്തുള്ള ബാക്കി കടകളെ അപേക്ഷിച്ച് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും കുറച്ച് വിലക്കുറവിലും ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിപ്പം ഈ ഷോപ്പിൽ ഉള്ളതെന്ന് വെച്ചാൽ ജെൻസിൻ്റെ എല്ലാവിധ ഷർട്ടുകളും പല വെറൈറ്റിയിലും പല മോഡലിലും. പിന്നെ 2 ഫ്ലോറുകളായിട്ടുള്ള കടയുടെ താഴ്ഭാഗത്ത് ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയ വിശാലമായ കുട്ടികളുടെ ഐറ്റംസ് എല്ലാം അവിടെ നിന്ന് എടുക്കാം. എല്ലാം വെറൈറ്റിയും നല്ല വില കുറച്ചുമാണ്. ഹർഷ ഗാർമെന്റ് ആണ് ഷോപ്പിന്റെ പേര്. നമ്മൾ ഹർഷ ഗാർമെന്റിലെ മുതലാളിയാണ്. പുള്ളിയെ പരിചയപ്പെടാം. ഞാൻ രാജേഷ് പുള്ളിയാണ്. അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ ഈ ലൊക്കേഷൻ ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റ് ആഡ് ചെയ്യുന്നതാണ്. ഞാൻ ഇനി കുറച്ച് സാമ്പിളുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഷർട്ട് തുടങ്ങുന്നത് 130 രൂപയ്ക്കാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 130-ന്റെ ഷർട്ട്. 130 rupees. 130-ന്റെ ഷർട്ടായത് 130. ഇതെല്ലാം 130-ൻ്റെയാണ്. പല പല മോഡലുണ്ട്. फटाफट देखो ना भाई. अरे पूछेगा ही नहीं तो कहाँ से बोलूं? माइक भी होनी चाहिए. नहीं आएगा. ओए आप बोलो मैं इधर से आएगा. हाँ बोलो ना. 130 rupees. 175. കേട്ടോ. 175 രൂപയുടെ ഷർട്ടുകളാണ്. എന്തോ കളർഫുള്ളാ നോക്ക്. 175. അടിപൊളി ക്വാളിറ്റിയിലാണ്. സ്ട്രെച്ചബിൾ है क्या? नो कॉटन. कॉटन ആണ് കേട്ടോ. दिस कॉटन है बट हमारा जो स्टार्टिंग है वो 130 रुपए से स्टार्टिंग है. और अच्छा. जो हम आपको दिखा रहे हैं 175 वाला है. इसमें चेक्स प्रिंटेड और आदि सब चीजें आपको मिलेंगी. आपको हम दिखा रहे हैं कौन सा क्या है. ओके. ये छोटे प्रिंटेड में ये 175. 175-ന്റെ ഷർട്ടുകളാണ് ഇപ്പോൾ ഈ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വാഷബിൾ ആണ്. वाश आइटम मिलेगा आपको. कलर कपड़े का सबका गारंटी आएगा. ഈ കളറും ഇതിന് വാഷ് ചെയ്താൽ കളർ പോകില്ല എന്ന് അവർ ഗ്യാരണ്ടി പറയുകയാണ്. ये भी 175. 175-ന്റെ ഷർട്ടാണ് കണ്ടല്ലോ.
होलसेल ആണ് കേട്ടോ റീറ്റെയിൽ मिलेगा इधर से No, 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 हाँ sir. इधर Only wholesale. ഇവിടെ റീറ്റെയിൽ കിട്ടത്തില്ല, ഫുൾ ഹോൾസെയിൽ ആണ്. बोलो Only wholesale. अपना मैन्युफैक्चरर बोलो. खुद का मैन्युफैक्चरिंग है, यस का ब्रांड आएगा. हाँ. आपको यस का ब्रांड आएगा, आपको हम दिखाएंगे हमारा खुद का, मतलब जो ब्रांड है खुद का है. ആ ऐसा ഇത് कोई ഇത് नहीं, copy वॉपी ഈ कुछ नहीं ഈ है. ഇവിടെ ഉള്ള ബ്രാൻഡുകൾ ഫുള്ള് അവരെ സ്വന്തം ബ്രാൻഡുകളാണ്. manufacturing. അവർ खुद का ഓൺ manufacturing മാനുഫാക്ചറിങ് ആണ്. അവർ തന്നെ മാനുഫാക്ചർ ചെയ്ത് റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിൽ ആയിട്ടും കടകളിൽ കൊടുക്കുന്നതാണ്. 175 का है ना? Yes, sir. 175, only 175. आपको जो दिखा रहे हैं हम सब 175 ही वाला है. ഇതെല്ലാം ഈ കാണിക്കുന്ന എല്ലാം 175ന്റെയാണ്. 130 തൊട്ട് ഷർട്ട് സ്റ്റാർട്ടിംഗ് ആണ്. हमारे पास 100 प्रिंट है इसमें. 100 प्रिंट, 100 डिजाइन हमारे पास. 100ലധികം ഡിസൈനും 100ലധികം പ്രിന്റും ഉണ്ട്. പുള്ളി ഇവരെ തന്നെ മാനുഫാക്ചറിങ് ആണ്. सर ये जूट आइटम है. हाँ. ये हमारे पास 285 से स्टार्टिंग है. हाँ. आपको हम दिखा रहे हैं नए में जो अभी चल रहा है रेगुलर, हाँ. और नए प्रीमियम शर्ट में. हाँ. अभी आपको 275 275. അതായത് അവർ പറയുന്നത് പ്രീമിയം ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 295ലാണ്. 295 രൂപയിലാണ് ഇവിടുത്തെ പ്രീമിയം ഷർട്ട് തന്നെ തുടങ്ങുന്നത്. അത് തന്നെ നല്ല ക്വാളിറ്റിയാണ്. എടുത്തു നോക്കുമ്പോൾ അറിയാൻ जो പറ്റും. आपको अभी हम दिखा रहे हैं सब प्रीमियम शर्ट दिखा रहे हैं. जो अभी ഇതെല്ലാം चल അവർ रहे ഈ हैं regular. തുടങ്ങുന്നതെല്ലാം കുറച്ച് പ്രീമിയം ഷർട്ടുകളാണ്. അത് 295നാണ് ഇവിടെ സ്റ്റാർട്ടിങ്. നമുക്ക് എങ്ങനെ പോലും കടയിൽ 700-600 രൂപ വിൽക്കുന്ന ഷർട്ടുകളാണിത്. ये पॉपकॉर्न आइटम है. ये भी 285 है. 285. ये देखिए सर, स्ट्रेचेबल. സ്ട്രെച്ചബിൾ ഷർട്ടാണ് കേട്ടോ. सर ये देखिए, इसका ब्रांड आएगा, खुद का आएगा. യെസ്. रजिस्टर है बोलो. रजिस्टर है. അതായത് രജിസ്റ്റർ ബ്രാൻഡാണ്, രജിസ്റ്റർ കമ്പനിയാണ് അവര്. ये देखिए 285 എല്ലാം സ്ട്രെച്ചബിൾ ആണ്. ओनली. ये देखिए सब आपको प्रीमियम शर्ट मिलेगा. എല്ലാം 295ന്റെ ഷർട്ടാണിത്. എവിടെ പോയാലും 300-400 രൂപ ഹോൾസെയിൽ വിലയുള്ള ഷർട്ടുകളാണ് ഇതെല്ലാം. सर हमारे पास बॉक्स भी आइटम है, आपको हम दिखा रहे हैं. ये देखिए ഇതുണ്ട്, ഇതെല്ലാം ബോക്സ് ഐറ്റംസ്. फॉर्मल सेट में ഫോർമൽ ആണ് എന്താ 235. സ്റ്റാർട്ടിങ് കിतने? 235 235നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോക്സ് ഐറ്റം അത്യാവശ്യം നമുക്ക് बॉक्स आइटम. ക്വാളിറ്റി ഉള്ളതാണ്. ഇത് പ്രീമിയം സ്റ്റാർട്ടിങ്ങിലാണ് അവർ പറയുന്നത്. ये देखिए सर, कॉटन है, प्योर कॉटन. പ്യുവർ കോട്ടൺ 290 290. सब मिलेगा आपको. बॉक्स में हर आइटम मिलेगा आपको. अच्छा. जैसा आपको चाहिए, प्रिंट में लाइनिंग में जो चाहिए आपको सब मिलेगा. ബോക്സിൽ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ളതുകൊണ്ട് ലൈൻ ഷർട്ടുകൾ ഉണ്ടെന്ന് അവർ പറയുന്നത്. सर അതെല്ലാം 290 സ്റ്റാർട്ടിംഗ് ആണ്. पेपर कॉटन भी मिलेगा. പേപ്പർ इसमें കോട്ടൺ ആണ്. 12 कलर है. आप इतने आपको हम दिखा रहे हैं, इसमें सब कलर मिलेगा आपको. सब में अच्छा. कलर, कोई किसी में 6 कलर, എല്ലാ കളറും ഈ ഒരു ബോക്സിൽ കാണിക്കുന്നതിന്റെ എല്ലാ കളറും ഉണ്ട് കേട്ടോ. सब पार्टी आइटम है. പാർട്ടി Party വെയറുകളാണ്. सब बोल रहे हैं. പിന്നെ ഇവർ ഈ പറയും പോലെ 130 തുടങ്ങുന്ന ഷർട്ടുകളൊക്കെ എടുത്താൽ എന്തായിരിക്കും ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറഞ്ഞുതരാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. പറയുമ്പോൾ അവർ പറയും സ്റ്റാർട്ടിങ് 130 ആണ്, 130 തൊട്ട് തുടങ്ങുന്നു, 175, 185 ഷർട്ട് ഉണ്ടെന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ ഈ 130-നും 150-നൊക്കെ ഈ ഷർട്ട് എടുത്തുകൊണ്ട് നാട്ടിലോട്ട് പോയാൽ എല്ലാവരും കടയിൽ വരുന്നവർ വില കുറവ് വേണം, വില കുറഞ്ഞ ഷർട്ട് വേണം, ഇത് കുറയൂലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചവർ എടുക്കുമെങ്കിലും അവർക്ക് ക്വാളിറ്റി ഉള്ളത് കൊടുത്തില്ലെങ്കിൽ അവർ പിറ്റേന്ന് കടയിൽ വന്ന് നിൽക്കും. അതുകൊണ്ട് നമുക്കിതൊന്നും എടുത്തുകൊണ്ട് പോയാൽ മുതലാവത്തില്ല. കാര്യം വേറൊന്നുമല്ല, ഈ 130-ൻ്റെയൊക്കെ ഷർട്ട് ഇപ്പോൾ ഒരു എക്സലിൻ്റെ ഒരു 130-ൻ്റെ ഒരു ഷർട്ട് നമ്മളെടുത്താൽ എക്സൽ ഇടുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു XXL എങ്കിലും എടുത്താലേ ആ സൈസ് കറക്റ്റ് ആവുള്ളൂ. സംഭവം ഇതൊന്നുമല്ല, ഒരു നമ്മൾ ഉപയോഗിക്കുന്ന സൈസിൻ്റെ ഒരു 3 ഇരട്ടി വലുപ്പമുള്ള സൈസ് എടുത്താലേ നമുക്ക് നമ്മളെ സൈസിനുള്ള കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം വില ഓരോ സൈസ് കൂടുന്നതനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതൊക്കെ അവരെ ബിസിനസ് ട്രിക്കാണ്. ഈ റീറ്റെയിലുകാർക്ക് അറിയാൻ പറ്റും സാധനങ്ങൾ എടുക്കാൻ വരുമ്പോൾ ഹോൾസെയിലുകാർ പറയുന്ന എല്ലാ അടവുകളും. അപ്പം അത് കഴിഞ്ഞ് നമ്മളിതൊക്കെ എടുത്തുകൊണ്ട് നാട്ടിൽ പോയി ഇതൊക്കെ വിറ്റ് പോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കണം. തീരെ ചീപ്പ് ഷർട്ടുകൾ എടുക്കാതെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു 300-ന് മുകളിലോട്ടുള്ള ഷർട്ടുകളൊക്കെ എടുത്താൽ നാട്ടിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കടകളിൽ വിൽക്കാം. അടുത്ത ദിവസം അത് മേടിച്ചുകൊണ്ട് പോകണവർ ചീത്ത വിളിച്ചുകൊണ്ട് വരത്തില്ല. എടുത്തും കൊടുത്തുമൊക്കെ പരിചയമുള്ളതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾ ഷർട്ടുകളൊക്കെ എടുക്കുമ്പം നോക്കിയൊക്കെ എടുക്കുക. ഈ ഉല്ലാസ് നഗറിൽ തന്നെ വീണ്ടും പല ഏരിയകൾ ഉണ്ട്, പല ഭാഗങ്ങളും ഉണ്ട്. അവിടെയൊക്കെ ഒരുപാട് മാർക്കറ്റുകളുണ്ട്. തുണിയുടെ തന്നെ പല ഐറ്റംസ് ഉണ്ട്. ജീൻസിൻ്റെയൊക്കെ സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ ഉണ്ട്. പറ്റുമെങ്കിൽ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ഏരിയയും ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കേ.